കൊച്ചി മാടവനയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. ബൈക്കിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. ബിനിലുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആളുകളുടെ കാര്യം എങ്ങനെയാണ്? ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന അന്തർ സംസ്ഥാന വോൾവോ ബസ്സാണ് ദേശീയപാതയിൽ കുറുകെ മറിഞ്ഞിരിക്കുന്നത്. വൈറ്റ്ലയിൽ നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ മാടവന ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫിഷറീസ് സർവകലാശാലയ്ക്ക് മുന്നിലാണ്. അവിടെ ആ സിഗ്നലിലാണ് ഈ ബസ് മറിഞ്ഞിരിക്കുന്നത്. സിഗ്നൽ സംവിധാനം അടക്കം ഇടിച്ച് തെറിപ്പിച്ചു പോയ ബസ് റോഡിന് വട്ടം വീഴുകയായിരുന്നു. ആ ബസ്സിനടിയിലൊരു ബൈക്ക് അകപ്പെടുകയും ചെയ്തു. ഈ ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ എല്ലാം ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ച് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബസ് ദേശീയപാതയിൽ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ഈ ബസ് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്നെത്തിയ അന്തർ സംസ്ഥാന ബസ്സാണ്. അതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാർ ആ ബസ്സിനകത്തുണ്ടായിരുന്നു. ആ ബസ് നേരെ മറിഞ്ഞു പോവുകയായിരുന്നു. സിഗ്നലായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബ്രേക്ക് ഇട്ട സമയത്ത് തെന്നിപ്പോയതാവാനുള്ള സാധ്യതയുണ്ട്. അമിത വേഗം ആയിരുന്നോ എന്നതും അടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദേശീയപാതയിലൂടെ നല്ല വേഗത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള അന്തർ സംസ്ഥാന ബസ്സുകളൊക്കെ തന്നെ പോകുന്നത്. പ്രത്യേകിച്ച് അതൊരു സിഗ്നൽ കൂടിയുള്ള സ്ഥലമാണ്. അവിടെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ ഈ ബസ് മറിഞ്ഞതാവാനുള്ള സാധ്യതയുമുണ്ട്. അതടക്കം വിശദമായി ഇനി പരിശോധനകളിലാണ് വ്യക്തമാകേണ്ടത്. എന്തായാലും നിരവധി യാത്രക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ ബസ്സിനുള്ളിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ബസ്സിന്റെ വശങ്ങളിലെ ഗ്ലാസുകൾ പൊട്ടിച്ചെതറിപ്പോവുകയായിരുന്നു. അതുവഴിയൊക്കെയാണ് പുറത്തേക്ക് നാട്ടുകാരടക്കം പുറത്തെടുത്തത്. ഈ ബസ് മറിഞ്ഞതിന് തൊട്ടടുത്ത് തന്നെയാണ് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഒരു 100 മീറ്റർ മാത്രം മാറി പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പോലീസും ഒക്കെ അങ്ങോട്ടേക്ക് എത്തി. അവരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നാട്ടുകാർക്കൊപ്പം നിന്ന് ഈ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും വലിയ അപകടം തന്നെയാണ്. ദേശീയപാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട NH-66 ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇടപ്പള്ളി അരൂർ ദേശീയപാത ബൈപ്പാസിൽ നിരവധി വാഹനങ്ങൾ. ബിന്നിലൊന്ന് ടെലിഫോൺ ലൈനിൽ തുടരുമോ? നമുക്കിപ്പം സുരേഷ് ബാബു ഉണ്ട്. അദ്ദേഹം നമ്മുടെ തൃപ്പൂണിത്തുറ ലേഖകനാണ്. സുരേഷ് ബാബു, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ബസ്സിന് നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. തിരുവനന്തപുരത്തേക്ക് വരേണ്ട ബസ്സാണ്. അപ്പം അവരൊക്കെ ഓക്കെയാണ്? അവരൊക്കെ ഇപ്പൊ എവിടേക്കാണ് മാറ്റിയിട്ടുള്ളത്? മാടവന ജംഗ്ഷനിൽ വെച്ച് ഒരു കാറ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഈ വണ്ടി ആ കാറുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ സിഗ്നലിന്റെ പോസ്റ്റിലിടിച്ച് മറയുന്നത്. ആ മറയുന്ന സമയത്ത് ആ വഴി ഉണ്ടായിരുന്ന ഒരു ബൈക്ക് യാത്രികനാണ് കൂടുതൽ ഗുരുതരമായ അപകടത്തിൽപ്പെട്ട് വണ്ടിയുടെ അടിയിലാണ് കിടന്നിരുന്നത്. അയാൾ ഗുരുതരമായ അവസ്ഥയിലാണ്. ബാക്കിയുള്ള ബസ്സിലുള്ളവർക്ക് ഗുരുതരമായ അവസ്ഥയുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോഴും വണ്ടി അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. വണ്ടി അവിടെ നിന്ന് പൊക്കി മാറ്റിയിട്ടില്ല. ഈ കാറിനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞു. കാർ റോങ് സൈഡിൽ നിന്നാണോ വന്നിരുന്നത്? കാറിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന അവസ്ഥ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ അപകടം ഉണ്ടായെന്നാണ് ഇവിടെ പ്രദേശവാസികൾ പറയുന്നത്. മാടവന ജംഗ്ഷൻ എന്ന് പറയുന്നത് അത്ര തിരക്കുള്ള ഒരു സ്ഥലമല്ല ഈ സിഗ്നൽ എന്ന് പറയുന്നത്. മാടവന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ പനങ്ങാട് ഭാഗത്ത് വരുന്ന വണ്ടികളടക്കം 4 സൈഡിൽ നിന്നും വണ്ടികൾ വരുന്ന ഒരു പ്രധാന ജംഗ്ഷൻ തന്നെയാണ്. ഇവിടെ അപകടം ഒരു സ്ഥിരം സംഭവമാണ്. ഇവിടുത്തെ സിഗ്നൽ ലൈറ്റുകളും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ തകർന്ന സിഗ്നൽ ലൈറ്റുകൾ തന്നെ ഇനി എത്ര നാൾ കഴിഞ്ഞ് ശരിയാക്കുമെന്ന് അറിയില്ല. അത് വീണ്ടും അപകടത്തിന് കാരണമാവും. ഇപ്പൊ ഈ ബൈക്ക് യാത്രക്കാരനാണ് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ളത്. അതെ, ബൈക്ക് യാത്രക്കാരനാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റ് ഹോസ്പിറ്റലായിരിക്കുന്നത്. ഏത് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത്? ഏത് ഹോസ്പിറ്റലിലേക്കാണെന്നുള്ള ഇവിടുന്ന് കൃത്യമായിട്ട് വിവരം കിട്ടി. ഏത് ഹോസ്പിറ്റലാണെന്നറിയോ? ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നറിയോ? പുള്ളിയെ ബൈക്ക് യാത്ര ലേക്ഷോറിലേക്ക് തൊട്ടടുത്ത ലേക്ഷോർ ഹോസ്പിറ്റലിലേക്കാണ് ഉള്ളത്. ശരി, എത്ര യാത്രക്കാരുണ്ടായിരുന്നു ബസ്സിൽ? അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എത്ര പേരുണ്ടെന്നുള്ള ലഭ്യമായിട്ടില്ല നിലവില്. ബസ്സിലെ യാത്രക്കാർക്ക് കാര്യമായ പരിക്കുണ്ടായിരുന്നോ? ബസ്സിലെ യാത്രക്കാർക്ക് കൂടുതൽ പരിക്ക് ഇതായിട്ടില്ല. മറ്റേ ബൈക്ക് യാത്രികനാണ് അടിപ്പെട്ടു പോയത്. ബൈക്ക് അടി കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും. ആളെ വളരെ പ്രയാസപ്പെട്ടാണ് പുറത്തെടുത്തത്. ആള് ഒത്തിരി സീരിയസ് ആണെന്നാണ് അറിഞ്ഞത്. ശരി, ഇപ്പൊ ഈ ബസ് അവിടെ നിന്ന് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ 2 ക്രെയിൻ വെച്ച് കെട്ടി പൊക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ ബസ്സിന്റെ ഡ്രൈവറോ? ബസ്സിന്റെ ഡ്രൈവർക്ക്
സാറേ ബസ്സിന്റെ ഡ്രൈവർക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? ബസ്സിലെ ആൾക്കാർക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? ആ സ്കൂട്ടർ യാത്രക്കാരന് മാത്രമേ കൂടുതലായിട്ട് പരിക്കേറ്റിട്ടുള്ളൂ. അങ്ങനെയാണ്. അപ്പം ഗുരുതരമായ പരിക്കാണത് ബൈക്ക് യാത്രക്കാരന്. ബൈക്കിന്റെ നമ്പർ വേണമെങ്കിൽ ഞാനും പറയാം. കാരണം കൂടുതൽ ആൾക്കാർക്കും ഈ വണ്ടി ഏതാണെന്ന് കണ്ടെത്തിയിട്ടില്ല. KL 37 E4012 വണ്ടിയാണ്. 37 E4012. അതിലൊരു വിഷയമുള്ളത്, ഒരു അപകടം നടന്ന ആദ്യം ആ വീട്ടുകാരെ അറിയിച്ചതിന് വേണം. ശരി, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സുരേഷ് ബാബു. ഇപ്പൊ ഈ കാറിന് വഴി കൊടുക്കാൻ, കാറിനെ രക്ഷിക്കാനാണ്, അതിന്റെ ഇടയിലാണ് ഈ അപകടം ഉണ്ടായത് പറയുന്നത്. അതെങ്ങനെയാണ്? എനിക്ക് മനസ്സിലായില്ല അത്. ഇതൊരു 4 കോടി ലക്ഷമാണ്. പനങ്ങാട് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളുടെ റോഡ് ക്രോസ് ചെയ്തിങ്ങ് വരുന്ന വഴിയിൽ ഇതിന്റെ ഫ്രണ്ടിലേക്ക് വിടുകയും ചില സമയത്ത് സിഗ്നലുകളൊന്നും ശ്രദ്ധിക്കാതെയാണ് കാറുകാർ എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെയുള്ള സമയത്താണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത്. ശരി, ഇത് തിരുവനന്തപുരത്തേക്ക് വരുന്ന ബസ്സായിരുന്നു അല്ലേ? എവിടെ നിന്ന് പുറപ്പെട്ട ബസ്സാണ്? തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണെന്നുള്ള ബാംഗ്ലൂർ ഇതാണെന്നാണ് തോന്നുന്നത്. ശരി സുരേഷ് ബാബു.